നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ശ്രമിച്ചത് സാർ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടക്കാതിരുന്നത് സാറിന്റെ കുഴപ്പമൊന്നുമല്ല. എന്റെ തലവര അങ്ങനെയും 2 ദിവസം സന്തോഷിച്ചാൽ 2 ആഴ്ച കരയേണ്ടി വരും. പണ്ടേ അങ്ങനെയാ. മമ്മി ജോലിക്കാരിയെന്ന് വിളിച്ചതില് പാർവതിക്ക് വിഷമമുണ്ടാവുമെന്ന് എനിക്കറിയാം. ഞാനും ഡാഡിയും പാർവതി ഒരിക്കലും അങ്ങനെ കണ്ടിട്ടില്ല. മാഡം എന്നെ ഒരു ജോലിക്കാരി എന്നല്ലേ വിളിച്ചുള്ളൂ. മുക്തയും ഡയനയും അവന്തികയും എന്നെ എന്തൊക്കെയാ വിളിച്ചെന്നറിയോ? അതിലൊന്നും എനിക്കൊരു പരാതിയില്ല സർ. ഒരു തെറ്റും ചെയ്യാതെ അതൊക്കെ കേൾക്കേണ്ടി വന്നപ്പോ സങ്കടം തോന്നിയിരുന്നു. പിന്നെ സ്വയം സമാധാനിച്ചു. എന്റെ തലയില് അതൊക്കെ എഴുതി വെച്ച ദൈവം കുറച്ച് നല്ലതും എഴുതി വെച്ചിട്ടുണ്ടാവും. എന്നെങ്കിലും അതനുഭവിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവും. എനിക്കിപ്പോ ഒരു സങ്കടമേ ഉള്ളൂ. വീട്ടിലായിരുന്നെങ്കിൽ ഞാൻ കരയുമ്പോ സാരല്ല മോളെന്ന് പറഞ്ഞ് അമ്മ എന്നെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുമായിരുന്നു. എന്റെ പാറക്കുട്ടി കരയാൻ പാടില്ലെന്ന് പറഞ്ഞ് അച്ഛൻ എന്റെ കണ്ണ് തുടച്ചു തരുമായിരുന്നു. ചേച്ചി എന്നെ സമാധാനിപ്പിക്കുമായിരുന്നു. ഇവിടെ എനിക്ക് വിഷമം പറയാൻ പോലും ആരുമില്ല. ആ ഒരു സങ്കടം മാത്രമേ എനിക്കുള്ളൂ. ഞാൻ പോയിക്കോട്ടെ സർ. കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ നേരം വെളുക്കും. നേരം വെളുത്താ ബസ് സ്റ്റാൻഡിൽ പോയ ബസ് കിട്ടും. ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോവാ. നാട്ടിൽ പോയിട്ട് ഞാൻ എന്താ ചെയ്യാ? അതിനെ കുറിച്ച് ഒരു പിടിയുമില്ല. കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ടാ വീട്ടിലെ കാര്യങ്ങൾ നടന്നു പോകുന്നതും കുറച്ച് കടങ്ങൾ വീട്ടുന്നതും. നാട്ടിൽ പോയാ ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനം നഷ്ടപ്പെടും. സാരമില്ല, ബാക്കിയേറിയ ദൈവം അന്നവും തരും നല്ല വിശ്വാസം. വയറ് നിറയെ കഴിക്കാനില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ജീവൻ ബാക്കി കിടക്കാൻ എന്തെങ്കിലും കിട്ടിയാൽ മതി. അച്ഛൻ പറയാറുള്ളത് പോലെ മുണ്ട് മുറുക്കി ഉടുത്തും ജീവിക്കാം. കടം തന്നവര് കാശ് ചോദിച്ചു വരുമ്പോ എന്താ ചെയ്യാ? അതാലോചിക്കുമ്പോ എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. സാറിന്റെ മമ്മിയുടെ നാവ് പൊന്നാകട്ടെ എന്നാ ഇപ്പോഴത്തെ പ്രാർത്ഥന. ജോലിക്കാരിയായിട്ടെങ്കിലും ആരെങ്കിലും എന്നെ വിളിച്ചാൽ മതിയായിരുന്നു. തൽക്കാലം പിടിച്ചു നിൽക്കാൻ കഴിയുമല്ലോ. നാട്ടിലേക്ക് തിരിച്ചു പോകുന്നതിനെ കുറിച്ചൊന്നും പാർവതി ഇപ്പൊ ആലോചിക്കണ്ട. പാർവതിയെ നാട്ടിലേക്ക് പറഞ്ഞേക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നാട്ടിലേക്ക് തിരിച്ചു പോകാതെ വേറെ എന്താ സാർ ഞാൻ ചെയ്യുക? ഭൂമിക മാഡം ഇനി എന്നെ ഹോസ്റ്റലിൽ താമസിപ്പിക്കില്ല. ഇനി ഈ വഴിക്ക് വന്ന സാറിന്റെ മമ്മി എന്നെ അടിച്ചോടിക്കും. എനിക്കിവിടെ കൂട്ടുകാരോ ബന്ധുക്കളോ ആരുമില്ല. ആകെയുള്ള കൂട്ടുകാര് ജയന്തി ചേച്ചി, സൗന്ദര്യ. അവരെ ബുദ്ധിമുട്ടിക്കാൻ എന്നെ മനസ്സ് അനുവദിക്കുന്നില്ല. എവിടെ താമസിക്കുന്നോർത്ത് പാർവതി ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ഏറ്റവും സേഫായ ഒരു സ്ഥലത്ത് തന്നെ ഞാൻ പാർവതി താമസിപ്പിക്കും. അതൊന്നും വേണ്ട സർ. സാറിനെ നല്ല സ്ഥലത്ത് മാത്രമേ കൊണ്ടുപോയി ആക്കുള്ളൂ എന്ന് എനിക്കറിയാം. പക്ഷെ എന്നെയും കൊണ്ട് അവരുടെ മുന്നിൽ ചെല്ലുമ്പോ സാറിന്റെ വില പോയില്ലേ? ഇപ്പൊ തന്നെ ഞാൻ കാരണം സാറിന് ഒരുപാട് മനപ്രയാസം ഉണ്ടായി. ഇനി വേണ്ട സർ, ഞാൻ പോയിക്കോളാം. പാർവതി നിക്ക്. ഒരു പഴഞ്ചൊല്ല് ഞാനും പറയാം. ഒരു വാതിൽ അടയുമ്പോ 9 വാതിൽ തുറക്കപ്പെടും. പരിശ്രമിച്ചാ മതി. ഞാൻ പറഞ്ഞില്ലേ, പാർവതിയെ നാട്ടിലേക്ക് പറഞ്ഞേക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ബാഗ് അയ്യോ വേണ്ട സർ. തരാനല്ലേ പറഞ്ഞ? വാ, വരാൻ. സാറെന്തിനാ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്? പ്രിയന്റെ വീട്ടിലാ ഞാൻ നിന്നെ താമസിപ്പിക്കാൻ പോകുന്ന. അയ്യോ സാർ, കിടക്കാൻ സ്ഥലമില്ലാത്ത ഞാൻ അഹങ്കാരം പറയുന്നതായിട്ട് സാർ കരുതരുത്. സാറെന്നെ വേറെ എവിടെ വേണമെങ്കിലും താമസിപ്പിച്ചോ. ഏതെങ്കിലും കോണിച്ചോട്ടൽ വേണമെങ്കിലും ഞാൻ കിടന്നോളാം. ഇവിടെ വേണ്ട സർ. പാർവതി, ഞാൻ കുറെ ആലോചിച്ചെടുത്ത തീരുമാനമാണിത്. ഈ രാത്രിയിൽ നിന്നെ താമസിപ്പിക്കാൻ ഇതിലും സേഫായ സ്ഥലം വേറെ ഇല്ല. ഇവിടെ വേണ്ട സർ. ഞാൻ പറയുന്നു ഒന്ന് സാർ മനസ്സിലാക്ക്. പ്രിയന്റെ അമ്മ സമ്മതിക്കുമെന്ന് ഓർത്തിട്ടാണോ
പാർവതിക്ക് ടെൻഷൻ? അമ്മയോട് ഞാൻ സംസാരിച്ചോളാം, അമ്മ സമ്മതിക്കും. ഞാനല്ലേ പറയുന്നത്. അമ്മ വഴക്ക് പറയുന്ന പേടിച്ച് മാത്രല്ല, വേറെയും പ്രശ്നങ്ങളുണ്ട് സർ. വേറെ എന്ത് പ്രശ്നമാണെങ്കിലും ഞാൻ സോൾവ് ചെയ്തോളാം. സർ, എന്താ ഈ നേരത്ത്? എന്താ പറൂ? പറയാം. പ്രിയന്റെ അമ്മയെ എനിക്കൊന്ന് കാണണം. അമ്മയോട് എനിക്കൊന്ന് സംസാരിക്കണം. സർ, അമ്മയും അനിയത്തും വീട്ടിലില്ല. തറവാട്ടിൽ ഉത്സവം, അതിൽ പങ്കെടുക്കാൻ പോയിരിക്കുക. വീട്ടിലിപ്പോ ഞാൻ മാത്രമേ ഉള്ളൂ. അമ്മ ഇപ്പൊ വരുമോ? ഇല്ല സർ, ഒരാഴ്ചക്ക് ശേഷമേ വരൂ. കൈലാസ്, നമുക്ക് ഇവിടെ നിന്ന് പോവാം. എന്താ സർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ചെറിയൊരു പ്രശ്നം. ഭൂമിക മാഡം പാർവതിയെ ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കി.